സീൻ. വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇന്ന് സൺഡേ ആണ്, ഹോളിഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങള് നേരെ പാണ്ഡവംപാറയിൽ പോകണം. തെമ്മലുള്ള പാണ്ഡവംപാറയിലേക്ക് പോകണം. പിന്നെ ഒരു സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് നാൾക്ക് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ വൈറലായി. ഏകദേശം യൂട്യൂബ് തുടങ്ങി ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ഏറ്റവും കൂടുതൽ വൈറലായ ഒരു സംഭവം ഇതാണ്. അതായത് ഞാൻ ഇട്ട വീഡിയോയിലും അത്യാവശ്യം നല്ല വ്യൂസും കാര്യങ്ങളും ഉണ്ട്. അതേപോലെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് അത് എടുത്ത് റിയാക്ട് ചെയ്തു. അതേപോലെ ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്തു. സോ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനെല്ലാം വളരെ നന്ദിയുണ്ട്. പിന്നാണെങ്കിൽ ഇതേപോലുള്ള കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അതുകൊണ്ട് ഇനി മുതൽ ഇങ്ങനെയുള്ള കണ്ടന്റ് ഒക്കെ ചെയ്യാൻ ശ്രമിക്കാൻ. ഓക്കെ, പിന്നെ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഐ ബട്ടൺ ഇവിടെ കൊടുത്തേക്കാം. സോ എല്ലാവരും ചെക്കൗട്ട് ചെയ്യുക. പിന്നെ അത്രേ ഉള്ളൂ. സോ നമുക്ക് എന്തായാലും പാണ്ഡവംപാറയിലേക്ക് പോകാം. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ പാണ്ഡവംപാറയിലേക്ക് എത്തിയിട്ടുണ്ട്. പാണ്ഡവംപാറ എത്തിയിട്ടില്ല, പാണ്ഡവംപാറയുടെ താഴെ എത്തിയിട്ടുണ്ട്. ഇതാണ് പാണ്ഡവംപാറയുടെ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് എത്തിച്ചടിക്കാം. സത്യം പറഞ്ഞാൽ ഞങ്ങൾ വേണ്ടി ഈ വഴി കൂടെ വന്നു, ഇങ്ങനെ അങ്ങ് പോയതാണ്. പക്ഷേ ഈ ഇടവഴിയാണ് പാണ്ഡവംപാറയിലേക്കുള്ള വഴി. ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചെന്തോന്ന് അറിയാം അവിടെ മനോയെ. ഞാൻ വിചാരിച്ചത് അത്യാവശ്യം വിശാലമായിട്ടുള്ളൊരു വഴി കിടപ്പുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. എടാ കോപ്പ, അത് ഞാൻ ആക്ച്വലി ഇവിടെ വരുന്നതിന് മുമ്പ് ചുമ്മാ യൂട്യൂബിൽ നോക്കിയിട്ടുണ്ടായിരുന്നു പാണ്ഡവംപാറയെ പറ്റി. അപ്പം അതിലൊരാൾ പറയുന്നുണ്ട് ഇന്നതുപോലെ ഇത് ഇടുങ്ങിയ വഴിയാണ്. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ സംഭവം ഉണ്ടായിരുന്നു. അപ്പം അത് നോക്കിയിട്ട് വന്നത് കാര്യമായി. ആക്ച്വലി ഇന്നലെ ആണെങ്കിൽ മെനഞ്ഞാന്ന് ലെഗ് വർക്കൗട്ടായിരുന്നു. കാരണം കാലിനൊക്കെ നല്ല വേദനയുണ്ട് ഗൈസ്. അത് കഴിഞ്ഞിട്ടാണ് എന്തോ ലെഗിൻ്റെ അന്ന് വന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് വർക്കൗട്ട് ചെയ്തത്, ലെഗ് വർക്കൗട്ട്. അപ്പം അത് കഴിഞ്ഞ് ഇവിടെ ഒന്ന് കയറാൻ നേരത്ത് ഭയങ്കര ഒരു പണിഷ്മെൻ്റ് പോലെ തോന്നും. പക്ഷെ കുഴപ്പമില്ല, എക്സ്പീരിയൻസ് അല്ലേ ഇതൊക്കെ. ഇതാണ് ഇവിടെ സ്റ്റെപ്പ് ഉള്ളതുകൊണ്ട് കാര്യമായി. മറ്റേ ഒരു വട്ടം ഞങ്ങൾ ഇവിടെ രാജാത്തോട്ടത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അയ്യോ, രാജാത്തോട്ടത്തിൽ പോയപ്പോൾ സ്റ്റെപ്പൊന്നുമില്ല. ഭയങ്കര ഓഫ് റോഡ് എന്നല്ല, പിടിച്ച് കയറണമായിരുന്നു. തണുകളിയോ അയ്യാ. ഇത് ഒരു കുന്നാണ്. കുന്നിന് മേലെ കൂടെ നമ്മളിങ്ങനെ നടന്നു പോവാണ്. ചുറ്റിനും വീടൊക്കെ ഉണ്ട്. പക്ഷെ നൈസാണ്. ഇപ്പം ഏകദേശം നമ്മൾ എത്തിയെന്ന് തോന്നില്ലേ അവിടെ? ഒരു 50% നമ്മൾ എത്തിയില്ലേ മേലത്ത്. ഉണ്ട്. അങ്ങനെ കുറേ നേരം കയറി വന്നപ്പോൾ കേസ് ഞങ്ങൾ ഇവിടെ ഒരു വാട്ടർ ടാങ്ക് കണ്ടു. ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഇവിടെ എന്തോ വാട്ടർ ടാങ്ക് വെച്ചേക്കുന്നത് മേ ബി അത് വെള്ളത്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഇനി വെള്ളം ഇങ്ങനെ മേലേന്ന് പറഞ്ഞാൽ കളക്ട് ചെയ്ത് താഴെ എല്ലാവർക്കും. അയ്യോ, ഇനി ഓഫ് റോഡാണ് ഗൈസ്, ഓഫ് റോഡ്. ഞങ്ങൾ ഏകദേശം ഒരു 50% നടന്ന് മേലെ എത്തിയിട്ടുണ്ടാവും. ഇനി കുറച്ചുകൂടെ നടക്കാനുള്ളതെന്ന് തോന്നുന്നു. പക്ഷേ വഴി അറിയുന്നില്ല. ഈ വഴി കൂടെ കയറിപ്പോയാൽ മതി തോന്നുന്നു. മനിയെ പോയി മൂത്രം ഇടാം. അവിടെ പോയി. സത്യം പറഞ്ഞാൽ നമുക്കൊരു തെറ്റ് പറ്റിപ്പോയി മനോയെ. നമ്മളിങ്ങോട്ട് വരാൻ ഒരു കുപ്പി എന്താണ് വെള്ളം മേടിക്കണ്ടായിരുന്നു. കാരണം പകുതി കയറിയപ്പോൾ നല്ല ദാഹം, വെള്ളം മേടിക്കാൻ മറന്നുപോയി. പക്ഷെ കുഴപ്പമില്ല, പിന്നെ നല്ല കൊതുകുണ്ട്, കുഴപ്പമില്ല. പക്ഷെ നല്ല രസമുണ്ട് ഇത് നടക്കാൻ. നമ്മൾ ഈ ഒരു ഏരിയ ഇപ്പോൾ വന്ന ഏരിയയിൽ കൂടെ നടക്കുമ്പോൾ ഒരു സിനിമയിലൂടെ ഒന്ന് അഡ്വെഞ്ചറായിട്ട് നടന്നു പോകുന്നുണ്ട് അല്ലേടാ? നിനക്ക് എന്ത് തോന്നടാ? കൊള്ളാൻ തോന്നുന്നു. രണ്ട് വഴി, ആ വഴി വേണോ ഈ വഴി വേണോ ഗൈസ്? ആ വഴി, ഒരു വഴി അങ്ങോട്ടും ഒരു വഴി ഇങ്ങോട്ടും. ഞാനും മനുവും അതെ ഗൈസ്. ഇവിടെ ആണെങ്കിൽ ഒരു ലൈറ്റ് ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഉണ്ട്. യെസ്. അവിടെ അപ്പം അങ്ങോട്ട് ലൈറ്റ് ഇല്ല, ഇത് തന്നെ വഴി. പക്ഷെ ഇത് കുത്തുകയറ്റം കേട്ടോ. അത് പോരാടാ. ഇത് കയറിയിട്ട് തെറ്റാന്ന് തിരിച്ചറിയാം. ഓക്കെ അങ്ങനെ ഇതായിരിക്കാനേ വഴി. കാരണം അവിടെ ബൾബ് നമുക്ക് ഇട്ട് തന്നിട്ടുണ്ട്. നോക്കാം. ഇനി റബ്ബർ വെട്ടാനെങ്ങാണോ ആരെങ്കിലും ബൾബ് ഇട്ടായിരിക്കുമോ? അമ്മീ
ഹലോ ഗൈസ്, കുരങ്ങുണ്ട് കേട്ടോ. കുരങ്ങ് 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 കുരങ്ങ്. എടാ എന്നെ നോക്കി കോക്ക് കാണിക്കരുത്, അല്ലെ എന്നെ നോക്കി നോക്കരുതെന്നു. വാടാ. എന്തായാലും നമ്മുടെ കയ്യിൽ ഫുഡ് ഐറ്റംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടേ അത് നമ്മുടെ അടുത്ത് വരത്തില്ല. മേ ബി നിന്നോടത് ഹലോ പറയാൻ വരുമായിരിക്കും. എത്തി ഗൂയ്സ്. ആ വഴി വരുന്നത് ഇങ്ങോട്ടാടാ. ഗൈസ്, കുറച്ച് മുമ്പ് നമ്മൾ 2 വഴി കണ്ടിട്ടുണ്ടായിരുന്നു. ആ 2 വഴി എന്ന് പറഞ്ഞാൽ വന്ന് നിലയ്ക്കുന്നത് ഒറ്റ സ്ഥലത്താണ്. പക്ഷെ ഇതെന്ന് പറയുന്നത് നല്ല കുത്തു കയറ്റവും, അത് കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ല. ആ, നമുക്കിവിടെ കുരങ്ങുകൾ ഓടിക്കളിക്കുന്നുണ്ട്. അപ്പം അത് കാരണം അതിൻ്റെ ശബ്ദം ഇങ്ങനെ കേൾക്കാം. ഇടയ്ക്കിടയ്ക്ക് എന്താണ് ചില്ലകളൊക്കെ അനങ്ങുന്നതൊക്കെ. നമ്മൾ കറക്റ്റായിട്ടാണോ ഇവിടെ പോകുന്നത്? സത്യം പറഞ്ഞാൽ ഇതിലേറ്റവും രസകരമായ തിങ്ങെന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാലേ, നമ്മൾ വഴി അറിയാതെ വഴി അറിയാമെന്നല്ല, ജസ്റ്റ് ഇതാണ് പാണ്ഡവംപാറ, പക്ഷേ മേലോട്ട് കയറാൻ വലിയ വഴിയോ പിടുത്തമൊന്നും ഇല്ലെങ്കിൽ രസമായിരിക്കും. നമ്മളിങ്ങനെ വഴി കണ്ടുപിടിച്ച് പോകുന്നത് ഭയങ്കര രസകരമായിട്ടുള്ള തിങ്ങാണ്. അല്ലയോടാ മനുവേ, അല്ലയോടാ. ട്രെയിൻ ഗൈസ്, ഞങ്ങൾ ഏകദേശം മേലെത്തിയപ്പോൾ ഇമ്മാതിരി വ്യൂ ആണ് കാണുന്നത്. ട്രെയിൻ. മനുവേ എങ്ങനെയുണ്ട്? കൊള്ളാം. നമ്മൾ ആക്ച്വലി വഴി അറിയാതെ വരുമ്പോഴല്ലേ രസമാകുന്നത്, അത് എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിച്ച് അല്ലേ? എന്തോ അതേടാ. ഓക്കെ നമ്മൾ നോക്കിക്കോ, നമ്മൾ ഫ്യൂച്ചറിലാണെങ്കിലേ ആ മല കയറണം ഗൈസ്. ആ മല ഈ മല കയറിയപ്പോൾ ഇത് തന്നെ കയറിയപ്പോൾ തന്നെ വിയർത്ത് കുളിച്ച് കൊതുവിന് കുറേ കടിയും കൊണ്ട്. അതേത് മലയായിരിക്കും ഇവിടെ? അത് തമിഴ്നാടായിരിക്കും ഇനി ഗൈസ്. ഇവിടെ നിന്ന് അത്യാവശ്യം അടിപൊളി മലയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. നമ്മൾ മേലെ എത്തിയില്ല. ഓ, ഞങ്ങൾ എത്തിയിട്ടില്ല. വീണ്ടും ഇവിടെ നീരുറവ ഉണ്ട് ഗൈസ്, നീരുറവ. ഇനി മേലോട്ട് കയറണം. പക്ഷെ ഇവിടെ ചെറിയ ചെറിയ കാവുകളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അവിടെ ചെറിയ വിളക്കൊക്കെ വെച്ചേക്കുന്നു. വാടാ മോനെ, വായോ. എനിക്ക് ആ ഒരു ഫീൽ അടിക്കുന്നു, ദിഗംബരൻ. ഗൈസ്, കാവാന്ന് തോന്നുന്നു. കാവിൽ നമ്മുടെ എന്തോ ഒരു പ്രതിമയും കൂടെ വെച്ചിട്ടുണ്ട്. എന്തുവാ ദൈവം എന്ന് പറഞ്ഞോണ്ട്. പക്ഷേ കുറേ ആൾക്കാർ കാണിക്കൊക്കെ വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്. ലെറ്റ്സ് ഗോ. അയ്യോ, ഉച്ചയ്ക്കൊന്നും വരാനേ കാര്യമായി. പക്ഷെ കൊതുകുണ്ട് ഇവിടെ, നല്ല കൊതുകുണ്ട്. മറ്റേ ക്രീം എന്തെങ്കിലും തേച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നൈസായിരിക്കും. മറ്റേ കൊതുക് കടിക്കായിരിക്കുള്ള ക്രീം ഉണ്ടല്ലോ. ബാത്റൂമൊക്കെ ഉണ്ടോ? നന്നായി ഗൈസ്. ഇവിടെ ചെറിയ ബാത്റൂം എന്തോന്ന് തോന്നുന്നു. ബാത്റൂം ഉണ്ടോ? നന്നായി. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ എത്തിയെന്നാണ് തോന്നുന്നത്. നല്ല വെയിലുണ്ട്. എടി, താഴെ ഇന്നപ്പോൾ ഇത്രയും വെയിലില്ലായിരുന്നല്ലോ. മനു, നമ്മളങ്ങനെ മേലെ എത്തി. സുരേഷോ? നമ്മൾ ആക്ച്വലി ഇവിടെ മേലെ എത്തിയതിന് ശേഷം കാണുന്നത് അടിപൊളി വ്യൂവും പിന്നെ ഇവിടെ ഒരു അമ്പലമുണ്ട് കേട്ടോ.
എടാ അങ്ങോട്ടൊക്കെ എങ്ങോട്ടാടാ പോന്നേ? മനു അങ്ങോട്ട് പോകാൻ പാടില്ലെന്ന് തോന്നുന്നു കേട്ടോ. നീ മൂത്രമൊഴിക്കാൻ പോകണോ? ഹലോ ഗൈസ്, മനു നമ്മളെങ്ങോട്ടോ നയിക്കുവാണ്. എനിക്കറിഞ്ഞൂടെ എങ്ങോട്ടാണോ, നമുക്ക് നോക്കാം. മനു എപ്പോഴും നമ്മളെ നേർവഴിയിലേ നയിക്കാറുള്ളൂ. സോ അതെ അതെ, നല്ല വ്യൂസ് ഉണ്ട് ഗൈസ്, നല്ല വ്യൂ ഉണ്ട് ഗൈസ്. മേഘം കാണാൻ നല്ല രസമുണ്ട്. അതേ പറഞ്ഞാൽ ഈ ഒരു സൈഡ് വന്നപ്പം അപ്പുറത്തെ സൈഡിനേക്കായും, അതായത് അപ്പുറത്ത് നിന്നതിനേക്കായും കുറച്ചുകൂടെ രസമുണ്ട് അല്ലേ ഇവിടെ മനുവേ? ഇവിടെ അതെ അതെ, ഇവിടെ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഏകദേശം ഭൂമി കാണാമെന്ന് പറയും. ഭൂമി ഏകദേശം കാണാത്ത രീതിയിൽ ഇങ്ങനെ കിടക്കുവാണ്. നല്ല രസമുണ്ട് കാണാൻ. എനിക്കൊന്ന് അപ്പുറത്ത് തമിഴ്നാടൊക്കെയാണെന്ന് തോന്നുന്നു. ശരിയടാ, കർണാടകയാണ്. മനുവേ, ഇനി എന്തോടെ പരിപാടി? എനിക്ക് ഇവിടെ അത്യാവശ്യം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടെ അത്യാവശ്യം നല്ല പീസ്ഫുള്ളാണ്. നമുക്കിവിടെ സ്വസ്ഥമായിട്ട് വന്നിരിക്കാം, കപ്പിൾസിനെയൊക്കെ കൊണ്ടുവന്നിരിക്കാം നൈസായിട്ട്. പക്ഷെ നീ പേടിക്കണ്ടടാ മനുവേ, എനിക്കതില്ലല്ലോ. എനിക്കെത്ര ഉണ്ടോ? എടാ ഞാൻ സിംഗിളാടാ, ഞാൻ എൻ്റെ വീട്ടിൽ ആലോചിക്കുന്ന. പക്ഷെ നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ. എന്തോടാ, നമ്മൾ സത്യം പറഞ്ഞാൽ ഈ S23 ആണെങ്കിൽ ഒരു പച്ചപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പം അത്യാവശ്യം നല്ല വെട്ടവും പച്ച കളറൊക്കെ ഉള്ള സ്ഥലത്ത് അത്യാവശ്യം നല്ല ക്ലാരിറ്റിയാണ്. എടാ ഇത് കണ്ടോ, ഇത് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചത് കണ്ടോ? അത് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചത് കാണാൻ പറ്റുന്നു. അല്ല, മറ്റേ ഇതിൽ ആ റെയിൽവേ പാളം ഉണ്ടല്ലോടാ, എൻ്റെ പേര് ചെങ്കോട്ട. അതന്നെ 13 കിണർ. അതന്നെ. മനുമോനാണെങ്കിൽ എപ്പോഴും എന്താണ് പുതു വഴികൾ എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേക കഴിവുള്ളവൻ. അവൻ എങ്ങോട്ടോ പോവാണ്. മനു സൂക്ഷിച്ച് പോണോ? എവിടെ? ഇതാ നീ പറഞ്ഞ കുരിശല്ലേ ഗൈസ്? ഇവിടെ വന്ന ടൈം മുതലേ നമ്മുടെ മനുമോൻ പറയുന്നുണ്ട് കുരിശുണ്ടെന്ന്. കുരിശ് തോണ്ടിരിക്കുന്നു. അത്യാവശ്യം നല്ല വ്യൂ ഉണ്ടല്ലോ ഇവിടെ. ഏത് സൈഡിൽ ചെന്നാൽ അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട്. ദിഗംബരൻ്റെ വീട് ഗൈസ്. അടുത്തൊരു കാവ്. അമ്മ നല്ല സീനുണ്ട് കേട്ടോ. നല്ല രസമുണ്ടല്ലേ? പക്ഷെ നമുക്ക് ഇവിടെയൊക്കെ വരാം. ഒരു എക്കോ ഉണ്ട് കേട്ടോ. ഹലോ ഗൈസ്, ഇവിടെ അത്യാവശ്യം കാണാൻ നല്ല രസമുണ്ട്. ചെതല്ലോ? ഏയ് ചെള്ളൊന്നുമല്ല. ഇവിടെ വരുന്നവർക്ക് നമുക്ക് ഇവിടെ പ്രാർത്ഥിച്ചിട്ട് പോകാം കേട്ടോ. മറ്റേല്ല എന്തുവാ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? ചെള്ളാന്നോ പൊന്നല്ല? ഈ ചെള്ളൊന്നും അല്ല, ഇതിൻ്റെ കറുത്ത് പായലങ്ങാണ്ട. എന്തിന്? അങ്ങോട്ടും പോകില്ല കേട്ടോ. എന്തെല്ലാം അവിടെ ചെരുപ്പൂരി കയറാൻ പാടുള്ളൂ എന്ന് തോന്നുന്നു. അവിടെ ബ്ലോക്ക് ആട്ടോ. അവിടെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ചെള്ളാണത്? എൻ്റെ പൊന്നെ, ചെള്ളാണത്? എടാ കാണിച്ചു കൊടുത്തേ. ഹലോ ഗൈസ്, ഞങ്ങൾ ഈ ഒരു പാറയുടെ ഇവിടെ വന്ന സമയത്ത് ഈ പാറയുടെ ഇവിടെ ഫുള്ള് എന്തോ കറുത്ത കളറിരിക്കുന്നത്. ഞാൻ വിചാരിച്ച് പായലാണ്. പക്ഷെ നമ്മുടെ മനുമോൻ പറഞ്ഞു അത് ചെള്ളാണ്, രാത്രി വരുന്ന ചെല്ല്. പക്ഷെ ഇവിടെ എങ്ങനെയാണ് ചെല്ല് വരുന്നത്? ഇവിടെ ലൈറ്റ് നോക്കുക വരും അത്രയും. എന്നാൽ ആ തണുപ്പുകൊണ്ടായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഈ കറുത്തിരിക്കുന്ന ഇത് ഫുള്ള് ചെള്ളാണ്. ഞാൻ സത്യം പറഞ്ഞാൽ അത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ, അത് ചെള്ളാന്ന്. ഞാൻ വെച്ച് പായലെന്ന് തോന്നുന്നു. അപ്പം അതാണ് മനുമോനാണെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോലും കാണാത്ത സാധനങ്ങൾ കണ്ടെത്തും. ഞങ്ങൾ ഏകദേശം മേലെ എത്തി. പക്ഷേ ഇവിടെ ഒരു കുരിശുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. കുരിശാണെങ്കിൽ വേറെ ഏതോ വഴിയാണ്. പക്ഷേ ഇവിടെ വേറൊരു ഗ്യാങ് വന്നിട്ടുണ്ട്. അവരാണെങ്കിൽ അവർ കുടുംബസമേതം വന്നതാണ്. അവർ താഴോട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പം അവരേത് വഴിയാണോ ഇറങ്ങുന്നത് നമുക്ക് ആ വഴി ഫോളോ ചെയ്ത് ഇറങ്ങിപ്പോകാം. അല്ലേ ഇവിടെ മനുവേ? മിക്കവാറും ഇറങ്ങാൻ വഴിയില്ല, കാരണം ഇറങ്ങിയിട്ടില്ല.
ഗൈസ് അവരിറങ്ങിയിട്ടില്ല, അവർ രണ്ടെല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അത് വേറെ മറ്റേ കറങ്ങി എന്താ വരണമെന്ന് തോന്നുന്നില്ലേ അവിടെ അങ്ങനെ തോന്നുന്നു. പക്ഷേ എടാ വഴിയല്ലടാ ഈ വഴി ആ ഓക്കെ സോറി ചേച്ചി. മലയാളം വായിക്കാൻ അറിയാത്തവനെയൊക്കെ എന്തോ ചെയ്യണം. ഒരു അമ്പലത്തിൽ വരുമ്പോൾ മെയിനായിട്ട് അനുസരിക്കേണ്ട സാധനമാണ് ചെരുപ്പ് ഊരിയിടാനുള്ള മര്യാദ. ഞാൻ ചെരുപ്പ് ഊരി ഇട്ടിട്ടോ വന്ന് എന്തോ ചെരുപ്പ് ഊരിയിടുന്ന മെനക്കേടാ. നോക്കിയോ എൻ്റെ പൊന്നളി, ഞാൻ കണ്ടില്ല, നീ ഇത് കണ്ട് കാണുമല്ലോ. അതെങ്ങനെ അവന് മലയാളം വായിക്കാൻ അറിയത്തില്ലല്ലോ, മലയാളം വായിക്കാൻ. പക്ഷെ എനിക്ക് കുഴപ്പമില്ല ഗൈസ്, കാരണം എന്താ വെച്ചാൽ ഇംഗ്ലീഷ് ആയിട്ട് അതല്ല, എനിക്കാണെങ്കിലേ എൻ്റെ ചെരുപ്പിൽ ഞാൻ സ്റ്റുഡിയോന്ന് മേടിച്ച ചെരുപ്പ്, അത് കാരണം ഇതില്ലല്ലോ, സോക്സ് ഇല്ലല്ലോ, ഫ്രീ നിൽക്കും. എടാ അതല്ലെന്ന്, ഇത് റബ്ബറിൻ്റെ ഷൂ, അത് കാരണം ഒരു സീനില്ല. പക്ഷെ നിന്റെ കൊട്ടത്തില്ല, പക്ഷെ നിന്റെ അങ്ങനല്ല, നിന്റെ സോക്സൊക്കെ ഒരു മെനക്കേടാണ്. നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ റബ്ബറിൻ്റെ ഷൂ ഒക്കെ ഇട്ടുകൊണ്ട് വരാൻ പാടുള്ളൂ. എല്ലാവരും ഷൂസ് മതി. അതല്ലടാ, അങ്ങനെയാണെങ്കിൽ വെള്ളമൊക്കെ വന്നു കഴിഞ്ഞാലേ വെള്ളത്തിലെ കാല് മുക്കുവാണെങ്കിൽ വലിയ കുഴപ്പം കാണത്തില്ല. ഞങ്ങൾ ഏകദേശം ഒരു വൈകുന്നേരം ഇവിടെ വന്നത്, അതുകൊണ്ട് തന്നെ ചൂടില്ല. പക്ഷെ ഉച്ച സമയത്താണ് വന്നതെങ്കിൽ കാലൊക്കെ ഇപ്പോൾ പൊള്ളി നൈസായാണ്. എൻ്റെ പൊന്നീസി, ഇത്രയും വ്യൂ കിടന്നിട്ടാണ് നമ്മൾ അപ്പുറത്ത് പോയിരുന്നത്, ചെള്ളിനെ കണ്ടുകൊണ്ടിരുന്നത്. അത് ചെള്ളിനെ ഇവിടെ ചെള്ള് മാത്രമേ ഉള്ളല്ലോ. എന്താ സീൻ എൻ്റെ മനുവേ, ഇത്രയും ഇത് അപ്പുറത്തേനൊക്കെ അല്ല. അതെ നല്ല കാറ്റ്. ഹലോ ഗൈസ്, നമുക്ക് കുറച്ച് പിള്ളേർ ഇവിടെ ഉണ്ട്, അവരെല്ലാം അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട്. എടാ മനുവേ, നമുക്കും കൂടെ നടന്നു പോയാലോ? നിനക്കറിയാലോ ഞാൻ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആളാണ്, അപ്പം നടന്നിട്ട് വന്നാലോ? എനിക്ക് പെതുക്കെ പോകണം, തെന്നി കിടക്കും. ഞങ്ങൾ അങ്ങോട്ട് നടക്കാൻ പോകണം. ഞാൻ ധൈര്യത്തിൽ തോർത്ത് പിടിച്ചോളാം. ഏതാ? യെസ്. പക്ഷേ അല്ല, ഇത്ര മഴ പെയ്തിട്ടേ ഒരു തെന്നലില്ല, റൈറ്റ്? അത് വിഷമമല്ല, അത് നല്ല കാര്യമാണെന്ന് പറഞ്ഞാൽ. അപ്പം ഇതൊക്കെ പോ എടാ. അല്ലല്ലേ, സ്പീഡ് കൂടാൻ പാടില്ല, കാരണം ഈ ഒന്നാമത് ഇറക്കുക, സ്പീഡ് കൂടി കഴിഞ്ഞിട്ട് ഒറ്റ ഓട്ടത്തിന് അങ്ങ് എത്താം. ഇതൊക്കെ പോകണം. നല്ല രസമുണ്ടല്ലേ? പക്ഷെ വേറെ കാര്യം ഉണ്ടോ മനുവേ, താഴെ എത്തിയിട്ട് മേലോട്ട് കയറാൻ ഇനി പാട്. ഇറങ്ങണം, ഇത് അഡ്വഞ്ചറാണ് മോനെ. ഗൈസ് നീ വെള്ളം ചാടുന്നില്ല. എന്തോ ശബ്ദം എന്തോന്നു എനിക്കറിഞ്ഞൂടെ. ഗൈസ് ഞങ്ങളിവിടെ വന്ന സമയത്ത് ചെറിയ ശബ്ദം കേൾക്കുന്നുണ്ട്, ഒരു വെള്ളച്ചാട്ടമല്ല. എടാ അവിടെ അല്ലാതെ എന്തോടാ, എന്തോ പ്രത്യേക മരം നിൽക്കുന്ന നമുക്കല്ലേ? തെങ്ങടാ. തെങ്ങോ? പതുക്കെ പോകണം കേട്ടോ. അയ്യോ ഗൈസ്, അങ്ങനെ നമ്മൾ താഴെ എത്തിയേക്കണം. താഴെ ഇവിടെ വന്നാൽ മതിടാ. സത്യം പറഞ്ഞാൽ ഒരു വൈകുന്നേരമൊക്കെ ഇവിടെ വന്നിരിക്കണം അല്ലേ? ഇവിടെ നൈറ്റ് നല്ലതാണ്, നല്ല നൈസാണ്. ഇവിടെ ക്യാമ്പ് പറ്റില്ല, മറ്റേ ഒരു പായൊക്കെ വിരിച്ചിട്ടേ ഒരു ഡേ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് പോകണം നൈറ്റ് അല്ലയോ? അതെങ്ങനെ ഉണ്ടാവും? പക്ഷെ ഇവിടെ അമ്പലമൊക്കെ ആയതുകൊണ്ട് മേ ബി സമ്മതിക്കത്തില്ലായിരിക്കും. പക്ഷെ അങ്ങനെ നൈസായിരിക്കും. ഗൈസ് ഞങ്ങൾ അവിടുന്ന് ഇവിടം വരെ ഇറങ്ങി വന്നതാണ്. പിന്നെ ഇവിടെ ആണെങ്കിൽ ചെറിയൊരു നീറവയുണ്ട്, നമുക്ക് വേണമെങ്കിൽ കാല് മുക്കാം. മനുവിന് ഈ വെള്ളത്തിൽ കുളിക്കാൻ പറ്റുമെന്ന്. മനുവിന് കുളിക്കാൻ മീനല്ലത് വൽമക്കറി.
പക്ഷെ നൈസാണ് കാലം വേണ്ട ഷൂ ഇടാനുള്ള ഷൂ ഇടാനുള്ളത് കൊണ്ട് മാത്രം ഞങ്ങൾ കാലം മുക്കുന്നില്ല. നീ പറഞ്ഞതാണ്ട് അടുത്ത വ്യൂ തെന്നടിച്ച് വീടല്ല തെന്നെ ഒന്നുമില്ലല്ലോ എന്നുള്ള ഉണങ്ങി പറയാം. നല്ല രസമുണ്ടല്ലേ സത്യം പറഞ്ഞാൽ. ഇവിടെയൊക്കെ ഒരു എന്താണ് നമുക്ക് വീട്ടിലൊക്കെ ഇരുന്ന് ബോറടിക്കുവാണെങ്കിൽ നൈസായിട്ട് ഇവിടെ വൈകുന്നേരം വന്നിരിക്കുവാണെങ്കിൽ നൈസാണ്. അല്ല നൈസാടാ, നൈസല്ലേ ഇത്രയും വ്യൂ ഒക്കെ കണ്ട് മഴയും കൂടെ പോവുകയാണെങ്കിൽ പിന്നെ കുറച്ചുകൂടെ നൈസാവും. മഴ അവിടെ ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മളൊരു 1 ഡേ ഇവിടെ സ്റ്റേ അടിക്കുന്നത് നല്ല മഴയത്ത് അല്ലേ, പിന്നെ സീനാ നോക്ക്. ആക്ച്വലി നമ്മൾ ആ മല അല്ല ആ സ്റ്റെപ്പ് കയറി വന്നതിനേക്കാൾ കുറച്ച് പാടാണ് ഇവിടുന്ന് മേലോട്ട് കയറാൻ. പക്ഷെ പതുക്കെ കയറിയത് വലിയ തിരക്കില്ലല്ലോ. പിന്നെ വേറെ എവിടെയാടാ വന്ന ലുക്കൗട്ടല്ലേ എടാ? അതല്ല, നീ വേറെ ഏതോ ലുക്കൗട്ടിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അതാണ് ലുക്കൗട്ട്. ഇവിടുന്ന് കണ്ടിട്ട് പോകാം. പോകുന്ന വഴിക്ക് എന്തോ കാണുന്ന പരിപാടി നമ്മുടെ മനുമോനുണ്ട്. അപ്പം ഞങ്ങളിത് കഴിഞ്ഞ് ലുക്കൗട്ടിൽ കൊണ്ട് പോകുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ നീ ആദ്യമായിട്ട് ഇവിടെ വരുന്നതെന്ന് തോന്നുന്നു. എടാ ഞാൻ പണ്ട് പഞ്ചായത്ത് വിട്ടു പോയിട്ടില്ല. എടാ അല്ല ഞാനാണെങ്കിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ തന്നെ ഞാൻ ചാലിയക്കര അക്കുഡേറ്റ് കഴിഞ്ഞോട്ടൊരു ഷോട്ട് ഉണ്ടായിരുന്നു. അത് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അപ്പം അവിടെ ഞാൻ ഇതിനു മുമ്പ് പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ അവിടെ പോയ സമയത്താണ് ഇതാണ് ചാലിയക്കര അക്കുഡേറ്റ് എന്ന് മനസ്സിലായത്. ഇവിടെ എല്ലാം നമ്മൾ വന്നിട്ടുണ്ട്, പക്ഷേ വലിയ അന്നൊന്നും അറിയത്തില്ല ഇതാണ് ഇന്ന സ്ഥലമൊന്നും. ആക്ച്വലി താഴേന്ന് മേലെ വരെ എത്തിയപ്പോഴത്തേക്കും ലെഗ് വർക്കൗട്ട് എൻ്റെ കാലുവേനൊക്കെ മാറി, കുറച്ചുകൂടെ വേന കൂടി. മനു ഇപ്പം എത്രയായി? 5:45. കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞ സ്പീക്കറിൻ്റെ ഉള്ളിൽ നിന്ന് പാട്ട് കേട്ട് തുടങ്ങി. ഇത് പറഞ്ഞ് ഇത്രയും മലയുടെ മേലേന്ന് കേൾക്കുമ്പം എല്ലാവർക്കും കേൾക്കാൻ പറ്റുമായിരിക്കും അല്ലേ? ഒരു ചെറിയൊരു അപസ്മാരം അശരീരി പോലെ അല്ലേ? നല്ല വെയിലുണ്ട്. ഒരു കൂളിംഗ് ഗ്ലാസ് എടുത്തുകൊണ്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, അടുത്തോട്ട് എടുക്കാം. ഇവിടെ ഹനുമാൻ, അടുത്ത ഹനുമാൻ ക്ഷേത്രമാണെന്ന് തോന്നുന്നു കേട്ടോ. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കണ്ടു തിരിച്ച് ഞങ്ങൾ പോവാണ്. ഞങ്ങൾ ഇറങ്ങുവാണ്. ഇപ്പം ഏകദേശം എത്ര മണിയാടാ? എത്ര മണിയായിരുന്നു? 5:50. ഏകദേശം ഒരു 6 മണിയായി. ഞങ്ങൾ തിരിച്ചു പോവാണ്. കാരണം ഇവിടെ ആൾക്കാർ കൂടിക്കൂടി വരുവാണ്. ഏകദേശം ഒരു വൈകുന്നേരം 6 മണിയാകുമ്പോഴാണ് ആൾക്കാർ കൂടിക്കൂടി വരുന്നത്. അതല്ല ഞങ്ങൾ തിരിച്ചിറങ്ങുവാണ് ഗൈസ്. ഗൈസ് നമ്മളിങ്ങോട്ട് കയറി വരാൻ നേരത്തെ ഒരു ലൈറ്റ് കണ്ടല്ലോ, അതുകൊണ്ട് ഈ വയറ് പോകുന്ന എല്ലാം ലൈറ്റാണ്. ആക്ച്വലി ലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് താഴെ കുറച്ച് റബ്ബറും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് റബ്ബർ വെട്ടമുള്ള ലൈറ്റാണ്. പക്ഷേ റബ്ബർ വെട്ടമുള്ളതല്ല, ഈ അമ്പലത്തിലേക്ക് വരാനുള്ളതാണ്. പിന്നെ ഇവിടെ ആണെങ്കിൽ ഒരു മുസ്ലിം പള്ളി മാത്രമേ ഇല്ലാതുള്ളൂ. മേലെ ആണെങ്കിൽ കുരിശുണ്ട്, പിന്നെ ഒരു അമ്പലമുണ്ട്. അപ്പോൾ ഏകദേശം ഒരു മതസൗഹൃദപരമായിട്ടുള്ള കുറേ പരിപാടി മേലെ ഉണ്ട്. പക്ഷേ മുസ്ലിം പള്ളി മാത്രം നമ്മൾ കണ്ടില്ല അല്ലേടാ? അല്ലേ? എന്തായാലും കൊള്ളാം. അങ്ങനെ നമ്മൾ തിരിച്ച് ഇറങ്ങി പോവാണ്. ആക്ച്വലി നമുക്ക് കയറി വരാൻ പാടില്ലല്ലോ ഇവിടെ മനേ. നമ്മൾ കയറി വരാൻ വലിയ പാടില്ല, ഇറങ്ങാനാണ് ബുദ്ധിമുട്ടല്ലേടാ? നിൻ്റെ ഒപ്പീനിയനാ? അതെ, നിൻ്റെ വായിന്ന് അതേ എന്നുള്ള ഇതേ ഉള്ളൂടാ. ഇത് പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കുവാണോ? ഹലോ വൈസ്, നേരത്തെ നമ്മൾ ഇങ്ങോട്ട് കയറി വന്നത് ഈ വഴിയാണ്. സോ നമ്മൾ ഈ വഴിയാണ് ഇപ്രാവശ്യം പോകുന്നത്. കമോൺ. അല്ല നമ്മൾ എന്തായാലും ഇവിടം വരെ വന്നു. അപ്പം എല്ലാം എക്സ്പ്ലോർ ചെയ്യണം. താഴെ കുഴപ്പമില്ല. വാ. സോ ഞങ്ങൾ ഈ വഴി പോകണം ഗൈസ്. ഗുണാക്കേവി വീണ് കഴിഞ്ഞാൽ നീ നിന്നെ പാട് നോക്കി പോകുന്ന എനിക്കറിയാം. ആരും കണ്ടിട്ടില്ല. കുഴപ്പമില്ലല്ലേ? എനിക്കൊന്നും മറ്റേനൊക്കെ വലിയ കുത്തിറക്കൊന്നുമില്ല. ഇതായിരിക്കും ബെസ്റ്റെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലത്ത് വരുമ്പം ഒരു ഗോപ്രോയും കൊണ്ട് വരുന്നത് കുറച്ച് നന്നായിരിക്കും അല്ലയോ? അല്ല, എൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇതിൽ ട്രൈപോഡില്ല. ട്രൈപോഡ് ഒരെണ്ണം വാങ്ങിയതാണ്, പക്ഷെ അത് ഫിറ്റാവുന്നില്ല. 300 രൂപ ട്രൈപോഡ് വാങ്ങിയതുകൊണ്ടായിരിക്കണം. അപ്പം ഫിറ്റാവുന്നില്ല. ഇത് കയ്യിലിങ്ങനെ പിടിച്ചേക്കുന്ന കാരണം കൈ കഴിക്കുന്നുണ്ട് കേസ് നല്ല രീതിയിൽ.
എന്തുപറ്റി? വഴി തെറ്റിയോ? ഇല്ലല്ലേ? ഓക്കെ ഓക്കെ. മഴ നീ എന്നെ പേടിപ്പിക്കരുത്, കാരണം ഇനി എനിക്ക് കയറാൻ വയ്യ മേലോട്ട്. കുറച്ച് ദൂരം തോന്നുന്നു. ആ ചെറിയ കുറച്ച് ദൂരം ഉള്ളതായിട്ട് തോന്നുന്നു, പക്ഷെ കുഴപ്പമില്ല. അല്ല മറ്റേത് കുത്ത് കയറ്റോടാ, ഒരു മുതുക്ക് കയറ്റം, പക്ഷെ ഇത് കുഴപ്പമില്ല. പക്ഷെ കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അല്ല മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു രസമായേനെ. മഴയില്ലാഞ്ഞിട്ട് ഇത്രയും പേടി. ആ എടാ സംഭവമാണെങ്കിൽ ഇത് കുറച്ച് ദൂരമാണ് ഗൈസ്. ഇന്ന് നോക്കും, ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി വന്ന് ഇങ്ങനെ കിടക്കുക. മറ്റേതാണെങ്കിൽ നേരെ ഇങ്ങനെ ഇറങ്ങിയാൽ മതി, നേരെ ഇങ്ങനെ ഇറങ്ങിയാൽ മതി. ഇതെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, കുറച്ച് വളഞ്ഞ് കിടക്കുകയാണ്. പക്ഷേ കുത്തനെ ഏറ്റമില്ല, അതുകൊണ്ട് കംഫർട്ടബിളായിട്ട് നമുക്ക് ഇങ്ങനെ നടന്നു പോകാം. എടാ മനുവേ, അവ എന്നെ പിടിച്ച് തെള്ളുന്നു, വീണപ്പം പിടിച്ചതാന്ന്. അങ്ങനെ നമ്മൾ ദാണ്ട് ഈ വഴിയാണ് നമ്മൾ മേലോട്ട് കയറിപ്പോയത്. ഈ വഴി നമ്മൾ പക്ഷേ ഈ വഴി കൂടെ ഇറങ്ങി വന്നു. അല്ല ഇപ്പോൾ വഴി പഠിച്ചല്ലോ, അതാ. അങ്ങനെ താഴോട്ട് പോവാണ് ഗൈസ്. ഞാൻ ആക്ച്വലി വീഡിയോ ഓഫ് ചെയ്യുവാണ്, കാരണം എന്താണെന്ന് വെച്ചല്ലേ എൻ്റെ ഈ ട്രൈപോഡില്ല, നേരത്തെ പറഞ്ഞല്ലോ, ട്രൈപോഡ് ഇല്ലാത്ത കാരണം ഇതല്ലാതെ പിടിച്ച് കൈ ഭയങ്കര കഴിക്കുന്നു, ഓരോ കഷ്ടപ്പാടുകളെ. സോ പിന്നെ ഇപ്പോൾ ഈ പറയുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇത് കാണുന്നവരെല്ലാം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് ഗൈസ്. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് താഴെ എത്തിയിട്ട് കാണാം. ഓക്കെ, ബൈ. ഹലോ ഗൈസ്, അങ്ങനെ പാണ്ഡവൻപാറ എല്ലാം കണ്ട് ഞങ്ങൾ വെളിയിലോട്ട് എത്തി. ഞങ്ങളിപ്പം തിരിച്ചു പോവാണ്. മനുമോൻ മേക്കപ്പൊക്കെ അല്ല ഹെൽമെറ്റൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. മനു ഇനി എങ്ങോട്ടാണ് പോകുന്നത്? വ്യൂ പോയിൻറ്റ് കയറുന്നുണ്ടോ? ലുക്കൗട്ട് കയറുന്നുണ്ടോ? ഓക്കെ, ഞങ്ങൾ ലുക്കൗട്ട് കയറാൻ പോകണം. സോ അങ്ങനെ പാണ്ഡവൻപാറ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തു, വീഡിയോ എടുക്കാൻ പറ്റി. ഹാപ്പിയാണ്. മനു എത്ര സ്ഥലം? നീ ഹാപ്പി അല്ലയോ? എന്തുവാ ഹാപ്പിയാണോ? ഓക്കെ. വായോ. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ലുക്കൗട്ടിലേക്ക് എത്തി. ലുക്കൗട്ട് എൻ്റെ മോനെ, വന്നില്ലെങ്കിൽ മിസ്സായി പോയാനാ സീനല്ലേ. നമുക്ക് മേലെ കയറാം ഗൈസ്, മേലെ കയറാം. ഹലോ ഗൈസ്, അങ്ങനെ ലുക്കൗട്ട് ചെയ്തി. പക്ഷേ നമുക്ക് വേണമെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങിയതാണ്ട് ഈ വഴി കൂടെ പോയി ഇങ്ങനെ പോയി അവിടെ പോയി നിൽക്കാം. പക്ഷേ പോയി നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, എന്നെ കൊണ്ട് നടക്കാനും വയ്യ, കാരണം എൻ്റെ കാര്യം വയ്യ. നിനക്ക് വല്ല ആഗ്രഹമുണ്ടോ? എനിക്ക് കുഴപ്പമുണ്ട്, എനിക്ക് നടക്കും. അങ്ങനല്ലല്ലോ വീഡിയോ ഓണാക്കുന്നതിന് മുമ്പ് പറഞ്ഞേ. ഇവൻ ആക്ച്വലി ഇവനും പറഞ്ഞത് അവന് നടക്കാൻ വയ്യെന്ന്. ഇപ്പം ആക്ച്വലി അപ്പം പിന്നെ അല്ലടാ, നമ്മളിപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ വ്യൂ ഉണ്ടാവും, പക്ഷെ വേണമെങ്കിൽ പോലെയോ. പിന്നെ മനുവിന് വയ്യാത്തതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല, കാരണം അവനെ കഷ്ടപ്പെടുത്താൻ എനിക്ക് വലിയ താല്പര്യമില്ല ഗൈസ്. ഓക്കെ, എന്തായാലും വ്യൂ ഒക്കെ ഇവിടുത്തെ വ്യൂ ഇതാണ് ഗൈസ്. തെമ്മലയിലുള്ള സ്ഥലമാണ് വ്യൂ. സോ ഗൈസ്, ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ടവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത വീഡിയോ വരുന്നത് വരെ സ്റ്റേ ട്യൂൺ. ബൈ. ഹലോ ഗൈസ്, ഞങ്ങൾ ആക്ച്വലി സബ്സ്ക്രൈബ് ചെയ്ത് ബൈ എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷെ മഴ പെയ്ത് അയ്യോ മഴ നനഞ്ഞ് പോകേണ്ടി വരണ്ടല്ലോ. പക്ഷെ ഇവിടെ മഴ പെയ്യുവാണെങ്കിലും ഇത് കാണാൻ അടിപൊളി ഭംഗിയായിട്ടുണ്ടല്ലേ. ഇവിടെ മഴയല്ലേ, നല്ല രസമുണ്ട്. നമ്മൾ വീട്ടിൽ ഇരുന്ന് കാണുന്ന പോലത്തെ ഒരു മഴ പെയ്യലല്ലേ അത് കാണാൻ നമുക്ക് ഭംഗിയുണ്ടല്ലേ, നല്ല രസമുണ്ട്. അത് നമുക്ക് എന്താണ് ഒരു വീഡിയോയിൽ എങ്ങനെ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞോളൂ. പക്ഷേ
അത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ. വീഡിയോ നോക്കുമ്പോൾ മഴ പെയ്യാത്ത പോലൊക്കെ തോന്നുന്നത്, പക്ഷേ നമ്മുടെ നേക്കഡ് ഐസ് നോക്കുമ്പോൾ നല്ല രസമുണ്ട് ഗൈസ്. പിന്നെ വേറെ കാര്യമുണ്ട്, ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സ്ഥലത്ത് മഴ കാണുന്നു അല്ലേ. മഴ കാണാൻ ഇത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു.